ഹലോ, നിങ്ങൾ അറിഞ്ഞോ? ഷാഫി ചാലിയത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ വായിച്ച സത്താർ സാഹിബിനെ എന്തൊക്കെയാണ് വിളിക്കുന്നത്? പന്തല്ലൂരേന്ന് ഒരിടത്ത് വിളിക്കുന്നത്, മറ്റൊരിടത്ത് വിളിക്കുന്നത് മരക്കഴുതേന്ന. പച്ചത്തെറി. ആര്? മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ് ഈ തെറി വിളിക്കുന്നത് ഫേസ്ബുക്കിലൂടെ. മറ്റാരെങ്കിലും ഇത് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര പൊല്ലാപ്പായിരുന്നു. ഇവിടെ ഭയങ്കര സമരങ്ങൾ അത് ഇതൊക്കെ ആയിരുന്നു. ഇപ്പോൾ വിളിക്കണത് എന്താ? മരക്കഴുതയെന്ന. ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൻ്റെ താഴത്ത് ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ വായിക്കാനിടയായി. ഞാൻ അത്ഭുതപ്പെട്ടു. ഇദ്ദേഹം തന്നെ ഇത് എഴുതുന്നത്. അതിൽ അദ്ദേഹം പറയാണ്, ജിഹാദികളെ എന്ന വിളിയും വഹാബി എന്ന വിളിയും അധിക്ഷേപല്ലേ? ഏച്ചു കൂട്ടുകയാണ്. ജിഹാദികളെ എന്ന് മുസ്ലിങ്ങൾ ആരാ വിളിക്കുന്നത്? RSS. വഹാബികളെ ആരാ വിളിക്കുന്നത്? സുന്നികൾ. ഈ സുന്നിയും RSSും ഒരേപോലെയാണെന്ന് അദ്ദേഹം വ്യംഗ്യമായിട്ട് പറയാൻ ശ്രമിക്കുക. ഇത് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തെ ഹെഡിങ് ഇതാട്ടോ. എന്നിട്ട് ഇതിൻ്റെ അടിയിൽ അദ്ദേഹം മൂന്നാല് വരിയിൽ കുറിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ നെഞ്ചത്തേക്ക് വെടി വരുമെന്ന് പേടിച്ചിട്ട്. എന്താ വിളിക്കുന്നത് അറിയോ? എഴുതുന്നത് അറിയോ? മുസ്ലിം എന്നതുപോലെ തന്നെ തെറിയാണ്, അധിക്ഷേപമാണെന്ത്? സുന്നികളെക്കുറിച്ച് കുബൂരികളെയെന്നും ഖുറാഫികളെയെന്നും വിളിക്കുന്നതും തെറിയാണ്. അദ്ദേഹം പരസ്യമായിട്ട് എഴുതുക. എന്തിനാണത്? അദ്ദേഹത്തിൻ്റെ നെഞ്ചത്തേക്ക് വെടി വരുമെന്ന് പേടിച്ചിട്ട് എഴുതുകയാണ്. എന്നാൽ ഹൈലൈറ്റ് എന്താ? വഹാബികളെന്ന് വിളിക്കാൻ. ലാസ്റ്റൊന്നും ഇപ്പോൾ ആരും വായിക്കൊന്നുമില്ലല്ലോ, തലക്കലെല്ലാം ആൾക്കാർ വായിക്കുള്ളൂ. അപ്പോൾ അവിടെ സുന്നികളെ മാത്രം ആക്ഷേപിക്കുക. താഴത്തേക്ക് വരും മുജാഹിദുകൾക്കും ചെറിയൊരു ഡോസ് കൊടുക്കുകയും ചെയ്യുക. ഇതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ആര്? എന്നിട്ട് അദ്ദേഹമാണ് ഇപ്പോൾ വിളിക്കുന്നത് മരക്കഴുതേന്ന്. മാന്യത. അദ്ദേഹം മാന്യത പഠിപ്പിച്ച അതേ വ്യക്തിയാണ് ഇപ്പോൾ വിളിക്കുന്നത് മരക്കഴുതേന്ന് വിളിക്കുക. ഞാൻ അത്ഭുതപ്പെട്ടുപോയി. എന്നിട്ട് അദ്ദേഹം ഇന്ന് ന്യായീകരിക്കുകയാണ്. ഞാൻ അങ്ങനെയൊക്കെ വിളിക്കാൻ കാരണം മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷനെ പറഞ്ഞുകൊണ്ടാണ്. മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷനെ പറഞ്ഞുകൊണ്ടാണെങ്കിൽ KM മൗലവി മാത്രമായിരുന്നു അധ്യക്ഷന്. മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ 40 കൊല്ലത്തോളം അധ്യക്ഷനായിരുന്നില്ലേ? കേരളത്തിൻ്റെ വസന്തായിരുന്ന, മതേതരത്വത്തിൻ്റെ വസന്തായിരുന്നില്ലേ? എന്തേ അദ്ദേഹത്തെ തെറി വിളിച്ച മുജാഹിദുകളെക്കുറിച്ച് അദ്ദേഹം ഒരു വരി എഴുതാഞ്ഞത്? ഖുറാഫിയാണെന്നും മുഷ്രിക്കാണെന്നും അതും ഇതൊക്കെ എഴുതി വിട്ടല്ലോ, വീഡിയോ പ്രസൻറ്റ് ചെയ്തല്ലോ. എന്തേ അദ്ദേഹം പറയുന്നത്? അപ്പോൾ അതൊന്നല്ല അദ്ദേഹത്തിൻ്റെ വിഷയം. മുസ്ലിം ലീഗിൻ്റെ ഇന്നത്തെ അധ്യക്ഷന്മാരായ പാണക്കാട് തങ്ങന്മാരെ മൊത്തം അധിക്ഷേപിച്ചുകൊണ്ട് പല മുജാഹിദ് നേതാക്കന്മാരും പ്രസംഗിച്ചില്ലേ? എന്ത് ഒരക്ഷരം പറയുന്നത്? അതൊന്നല്ല വിഷയം. അദ്ദേഹത്തിൻ്റെ വിഷയം മുജാഹിദ് നേതാവിനെ എതിർത്തു എന്നുള്ളതാണ്. പക്ഷേ മുജാഹിദ് നേതാവിനെ എതിർത്തതിൻ്റെ പേരിൽ മുസ്ലിം ലീഗിൻ്റെ പേരിൽ വെള്ളപൂശാൻ ശ്രമിക്കുകയാണ്. മുസ്ലിം ലീഗിൻ്റെ തലപ്പത്തിരുന്ന് മുജാഹിദിനെ എതിർക്കാൻ പാടില്ല എന്ന് പരസ്യമായി പറയുന്ന ഷാഫി ചാലിയം സത്യത്തിൽ ഇവിടെ ചെയ്യേണ്ടത് എന്താണ്? മുസ്ലിം ലീഗിൻ്റെ ഉള്ളിലൂടെ മുജാഹിദിനെ വിളിപ്പിക്കലല്ലേ? അതിനെങ്ങനെ മുസ്ലിങ്ങളായ സുന്നികൾ അനുവാദം തരിക? അതിനെ പൊളിച്ചടക്കുക തന്നെ ചെയ്യും. അത് ഇനി കാണാൻ പോകുന്നതേയുള്ളൂ. അദ്ദേഹം ഒരു കാലത്ത് അയ്യന്നൽകാരനായിരുന്നു. പിന്നെ മുസ്ലിം ലീഗിൽ കയറിക്കൂടി പലതും ചെയ്ത് അവസാനം അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയെങ്കിലും ആവാൻ വേണ്ടി എന്തൊക്കെ കുതന്ത്രം കാണിച്ചത്, എന്തൊക്കെ കുതന്ത്രം കളിച്ചത്, അതൊക്കെ മുസ്ലിം ലീഗിലേക്ക് അറിയില്ലേ? എല്ലാവർക്കും അറിയല്ലോ, നാട്ടിലറിയുന്ന പാട്ടല്ലേ. എന്നിട്ട് അദ്ദേഹം ഇന്ന് വിളിപ്പിക്കാൻ നോക്കുകയാണ്. ഒന്ന് പോ ചങ്ങാതി.